ചിലപ്പോൾ നിങ്ങളുടെ ബൗളറുടെ മെൻറ്റാലിറ്റി നിർണായകമാകും. ഏത് സാഹചര്യത്തിലൂടെയാണ് അയാൾ പോകുന്നതെന്ന് ചിന്തിക്കേണ്ടി വരും. 4 ഓവർ എറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുവെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ റിസ്ക് എടുക്കരുത്. വരുണിനെ കൊണ്ട് 4 ഓവർ ചെയ്യിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എതിർ ടീമിലെ ബാറ്റർമാരുടെ അപ്പോഴത്തെ ഫോം കൂടി പരിഗണിക്കണം. അനുകൂൽ റോയ് അവിടെ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. മികച്ചൊരു ഡൊമസ്റ്റിക് സീസണാണ് അനുകൂലിനുണ്ടായിരുന്നത്. അത് ഇവിടെയും ആവർത്തിക്കുന്നു. രഹാനെ പറയുന്നത് അതാണ്. മത്സരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുക, ആ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കുക, അത്രയേ ഉള്ളൂ. വരുണിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രഹാനെയുടെ കൃത്യമായ ഉത്തരം ഇതാണ്. എന്നാൽ മുംബൈ ഇന്ത്യൻസിനെതിരെയും കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെയായിരുന്നു. വാങ്കഡയിലും വരുൺ പവർ പ്ലേയിൽ പന്തെറിഞ്ഞു, 5-ാം ഓവറിൽ തന്നെ. അതിൽ വഴങ്ങിയത് 15 റൺസ്. ആ മത്സരത്തിലാകെ 4 ഓവറിൽ 48 റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു. ലോകത്തെ 1-ാം നമ്പർ ബൗളറായിരുന്ന ഇത്രയും മോശം അവസ്ഥയിലും 2ാമത് റാങ്കിങ്ങിലുള്ള വരുൺ ചക്രവർത്തിക്ക് ഇന്ത്യ ജേതാക്കളായ 2020 ലോകകപ്പിലാണ് എല്ലാം പിഴച്ചത്. ഗ്രൂപ്പ് റൗണ്ടിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ വരുണിനെ സൂപ്പർ 8 ഘട്ടം മുതൽ എതിർ ടീം തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. അതിന് തുടക്കമിട്ടത് ദക്ഷിണാഫ്രിക്കയും. ലോകകപ്പ് മുതൽ പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ വരുൺ 25 ഓവറിൽ വഴങ്ങിയത് 304 റൺസാണ്. ഇക്കോണമി 12-ന് മുകളിൽ. അവസാന 6 മത്സരം എടുത്തു നോക്കുമ്പോൾ 2020 ഫോർമാറ്റിൽ ഇത്രയും മോശം പ്രകടനം വേറെ ഒരു ബൗളർക്കുമില്ല. അതേസമയം KKR മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ വരുണിനുണ്ട്. ടീമിൻ്റെ പരിശീലകൻ അഭിഷേക് നായർ വ്യക്തമാക്കിയതും അതാണ്. കുറച്ചു നാളുകളായി വരുൺ ഒരുപാട് വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. ടീം എന്ന നിലയിൽ വരുണിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. അതേസമയം കൊൽക്കത്തയെ സംബന്ധിച്ച് അത്ര ആശാവഹമല്ല കാര്യങ്ങൾ. IPL ചരിത്രത്തിൽ ഇത് 2ാം തവണ മാത്രമാണ് കൊൽക്കത്ത ആദ്യ 2 മത്സരങ്ങൾ പരാജയപ്പെടുന്നത്. ഫിന്നലൻ നൽകുന്ന തുടക്കം, ആംഗ്രിഷ് രഘുവംശിയുടെ ഫോം, അനുകൂൽ റോയിയുടെ ബൗളിംഗ്, കൊൽക്കത്തയ്ക്ക് ആശ്വസിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഈ സീസണിൽ. അതിനിടെയാണ് താരങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കിൽ വിക്കറ്റുകളും കളയുന്നത്. സൺറൈസേഴ്സിനെതിരെ 2 റണ്ണൌട്ടുകളാണ് KKR ദാനം ചെയ്തത്, അതും നിർണായക വിക്കറ്റുകൾ. ടീം എന്ന നിലയിൽ ഒത്തിണക്കം കാണിച്ചാൽ മാത്രമേ അടുത്ത മത്സരങ്ങളിൽ തിരിച്ചു വരാനാകൂ. ഇല്ലെങ്കിൽ മുൻ ചാമ്പ്യന്മാർ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തും, തീർച്ച.